കേരളത്തിലെ ഏറ്റവും ചരിത്ര പാരമ്പര്യമുള്ള നഗരങ്ങളിലൊന്ന്. ആദ്യകാലങ്ങളിൽ ജയസിംഹനാട്, ദേശിങ്ങനാട്, ഇംഗ്ലീഷിൽ കൊയിലോൺ എന്നെല്ലാം അറിയപ്പെട്ടിരുന്ന കൊല്ലം ജില്ലയെക്കുറിച്ചാണ് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളിലൊന്നായ തെന്മലയിലെ ശെന്തരുണി, ചടയമംഗലത്തെ പ്രസിദ്ധമായ ജടായുപ്പാറ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ വിളക്കുമാടം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ടക്കായൽ, കേരളത്തിലെ ബൃഹത്തായ കല്ലട ജലസേചന പദ്ധതി, കളിമൺ വ്യവസായത്തിന് പേരുകേട്ട കുണ്ടറ, ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പുനലൂർ പേപ്പർ മില്ലും ട്രാവൻകൂർ പ്ലൈവുഡും സ്ഥാപിതമായത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലത്തിനും പുനലൂരിനും മധ്യേ സ്ഥാപിതമായ മീറ്റർ ഗേജ് റെയിലായിരുന്നു തിരുവിതാംകൂറിലെ ആദ്യത്തെ തീവണ്ടിപ്പാത. കശുവണ്ടി വ്യവസായത്തിൻ്റെ ഈറ്റില്ലം എന്നും കൊല്ലം ജില്ല അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ആകെയുള്ള 2 തൂക്കുപാലങ്ങളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂർ നഗരത്തിലാണ്. എന്നിരിക്കലും കൊല്ലം ജില്ലയുടെ ആദ്യകാല ചരിത്രം ഇന്നും അജ്ഞാതമാണ്. കൊല്ലം നഗരത്തെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിക്കുന്നത് തരിസാപ്പള്ളി ചേപ്പേടുകളിൽ നിന്നാണ്. പ്രാചീന കാലം മുതലേ പ്രമുഖ തുറമുഖമായിരുന്ന കൊല്ലം ജില്ലയ്ക്ക് ആ പേര് ലഭിച്ചത് കൊല്ലവർഷാരംഭത്തോടെയാണ് എന്ന് പറയപ്പെടുന്നു. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. മനോഹാരിതയിലും പ്രശസ്തിയിലും ഉയരങ്ങളിൽ നിന്നിരുന്ന ആ കാലത്ത് കൊല്ലം ജില്ല ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനം എന്നും അറിയപ്പെട്ടിരുന്നു.